അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബാത്റൂമിൻ്റെ കൺസീലർ ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു 2 വേ ഡൈവേർട്ടറാണ് വരുന്നത്. ഡൈവേർട്ടർ വന്നിട്ട് നമ്മൾ ജാഗൂർ കമ്പനിയുടെ ഡൈവേർട്ടറാണ്. ഈ ഭാഗത്താണ് നമ്മളിപ്പോൾ ഡൈവേർട്ടർ അടിച്ചിട്ടുള്ളത്. ഇവിടെ ഡൈവേർട്ടറും അതുപോലെ ഈ ഭാഗത്താണ് നമ്മൾ വാട്ടർ ഹീറ്റർ വരുന്നത്. അതുപോലെ ഇവിടെ വാഷ് ബേസിനുണ്ട്. വാഷ് ബേസിൻ നമുക്ക് വരുമ്പോൾ ഒരു 1 പീസ് വാഷ് ബേസിനാണ് വരുന്നത്. അതുപോലെ ക്ലോസറ്റിൻ്റെ പോയി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ക്ലോസറ്റും ഒരു എസ്കോ ജാഗൂറിൻ്റെ ഒരു 1 പീസ് ക്ലോസറ്റാണ്. അപ്പോൾ നമുക്ക് കൺസീലർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ കൺസീലർ വർക്ക് ചെയ്യുന്നതെല്ലാം STR സുപ്രീമിൻ്റെ STR 11 പൈപ്പിട്ടാണ് നമ്മൾ കൺസീലർ ചെയ്യുന്നത്. ക്ലോസറ്റ് ഇവിടെ വരുമ്പോൾ ഒരു 1 പീസിൻ്റെ ക്ലോസറ്റാണ്, 220 mm ക്ലോസറ്റ്. അത് വരുമ്പോൾ എസ്കോർ ജാഗോറാണ് ക്ലോസറ്റ് വരുന്നത്. നമുക്കിനി ബാക്കി ലൈനെല്ലാം ഒട്ടിച്ചതിന് ശേഷം നോക്കാം. ഇപ്പോൾ മറ്റേ നമ്മളിവിടെ ഹെൽത്ത് ഹൗസിൻ്റെ പോയിന്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പോയിന്റ് വയ്ക്കുമ്പോൾ നമ്മൾ BT എൽബോ പുറകിൽ ഇതുപോലെ ചാന്തൊക്കെ വെച്ച് പാക്കിങ് കൊടുത്തിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. ഇങ്ങനെ അടയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈൽസിൻ്റെ ഗ്യാപ്പും കിട്ടും. അതുപോലെ നമ്മൾ ഫിറ്റിങ്സ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഫിറ്റിങ്സൊക്കെ അകത്തായി നമുക്ക് എക്സ്റ്റൻഷൻ നിപ്പിളൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ BT റെഡ്യൂസർ പോയിൻ്റൊക്കെ മാത്രമാണ് ഉറപ്പിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉറപ്പിക്കുന്നത്, അടയ്ക്കുന്നത് ചാന്തയിട്ട്. ഇത് ഈ കാണുന്ന നമ്മുടെ ക്ലോസറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ പോയിൻ്റാണ്. ഇപ്പോൾ ഫ്ലഷ് ടാങ്ക് നമ്മളിപ്പോൾ കോൺക്രീറ്റിൽ നിന്ന് തറയിൽ നിന്ന് നമ്മളൊരു 20 സെൻറ്റിലാണ് നമ്മൾ ലൈൻ പൊക്കി വയ്ക്കുന്നത്. നമുക്ക് ക്ലോസറ്റ് 2 പോയിൻ്റ് ആയിട്ടുണ്ട്. ഹെൽത്ത് ഹൗസറ്റിൻ്റെ ഫസ്റ്റ് ടാങ്കിൻ്റെ ലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് ഇങ്ങനെ ഇറങ്ങി ഇവിടെ വാട്ടർ ഹീറ്ററിന് കയറിയതിനു ശേഷമാണ് നമുക്ക് ഡൈവേർട്ടിന് ചെയ്യേണ്ടത്. അപ്പോൾ മച്ചാമാരെ നമുക്ക് അടുത്ത് ഇവിടെ ഹീറ്ററിലേക്ക് നമ്മൾ ലൈൻ കയറ്റുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡാണ് കോൾഡ് വാട്ടർ, എല്ലാവർക്കും അറിയാമെന്നുള്ളത്. റൈറ്റ് സൈഡാണ് കോൾഡ് വാട്ടർ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹീറ്ററിൻ്റെ പോയിൻ്റ് ഇവിടെ വരുന്നത്. അതിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബൈപ്പാസ് വെൻ്റിടാൻ ഇവിടെ പറ്റത്തില്ല. കാരണം നമ്മൾ കോൾഡ് വാട്ടറിന് ഹോട്ട് വാട്ടറിന് ഹീറ്ററിലേക്ക് വേണ്ടി ഇതുപോലെ ഒരു ചാലിലാണ് ഇങ്ങനെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ബൈപ്പാസ് വെൻ്റിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തതാണ്. അത് മിക്ക പ്ലംബർമാരും ചെയ്യുന്നതാണ്. നമ്മളൊരു ടീ ഇട്ടിട്ട് ഒരു എൽബോ ഒരു 45. അപ്പോൾ നമുക്ക് ക്രോസിങ് ഇങ്ങനെ കയറി പോകും. അടുത്ത് ഹോട്ട് വാട്ടർ വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ കയറി പോകും. നമുക്ക് ബൈപ്പാസ് ബെൻഡ് ഇടാൻ പറ്റാത്തിടത്തൊക്കെ നമ്മളൊക്കെ ഈ ഒരു ഐഡിയ ആണ് ചെയ്യുന്നത്. അത് മിക്കവരും ചെയ്യുന്നതാണ്. നമ്മൾ അറിഞ്ഞുള്ളവർക്ക് വേണ്ടിയെന്ന് പറഞ്ഞതേ ഉള്ളൂ.
ഇവിടെ നിന്ന് ആദ്യം നമ്മളിങ്ങനെ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത് ഹീറ്ററിനെ. അപ്പോൾ കാരണം ഇത് ചെറിയൊരു ബാത്റൂം ആയതുകൊണ്ട് പിന്നീട് സോപ്പ് ഡിഷൊക്കെ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ മാറ്റി നേരെ ഈ ചാലിൽ കൂടെ തന്നെ ആക്കിയെടുത്തത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടത്തേക്ക് വേണ്ടി ഒരു ക്രോസ് ബെറ്റ് ഇട്ടാൽ മതി, കയറി പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ലൈൻ ചെയ്യുന്ന എങ്ങനെ നോക്കാം. നമ്മൾ സ്പൗട്ടിൻ്റെ പോയിൻ്റാണ് ഒട്ടിക്കുന്നത്. നമ്മൾ പോയിൻ്റ് ഒട്ടിച്ച് കറക്റ്റ് സ്ട്രൈറ്റ് നോക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് തന്നെ ഒന്ന് തൂക്ക് നോക്കണം. ഇപ്പം ലിവറിൽ നിന്നുള്ള തൂക്കാണ്. നമുക്ക് ഷവർ മുതൽ നോക്കാം. കൊള്ളാമോ? നമ്മൾ ഷവർ മുതൽ സ്പൗട്ട് വരെ കറക്റ്റ് തൂക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് വേക്കം ചെയ്യാം. ഇപ്പോൾ മച്ചാൻ നമ്മളങ്ങനെ കൺസീലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൈവേർട്ടർ ഫിറ്റ് ചെയ്ത് ബാക്കി വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻറ്റ്, ഷവർ, സ്പൗട്ട്, വാഷ് ബേസിൻ്റെ പോയിൻറ്റ്, അതുപോലെ നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ പോയിൻറ്റ്, പിന്നെ ഈ സൈഡ് നമ്മുടെ ഹെൽത്ത് ഹൗസിൻ്റെ പോയിൻറ്റ്, എല്ലാ പോയിൻറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കിനി ഇതിനെ പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പ്രഷർ പമ്പ് വേറൊരു ബാത്റൂമിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ രാവിലെ വന്ന് ഇതിനെ ഒന്ന് പ്രഷർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കാണുമ്പോൾ ബാക്കി എല്ലാ ഗ്യാപ്പും നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡൈവേർട്ടർ വയ്ക്കുമ്പോൾ നമ്മളൊരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡൈവേർട്ടർ ഏത് ലെവലിൽ വയ്ക്കണമെന്ന്. ഇപ്പോൾ ജാഗോറിൻ്റെ ഡൈവേർട്ടർ വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫിനിഷിംഗ് ചുമരുണ്ടല്ലോ, ഈ ചുമരിൽ നിന്ന് ഇതിൻ്റെ നെറ്റുണ്ടല്ലോ, ഈ ഒരു മട്ടം നിൽക്കണം. ഈ ഒരു മട്ടം നിന്നാൽ മതി, കറക്റ്റായിരിക്കും നമുക്ക് ആ പ്ലേറ്റ് കിട്ടും. അപ്പോൾ ഓരോ കമ്പനിക്ക് അതിൻ്റെ മാക്സിമം ലെവലും മിനിമം ലെവലും ആ കവറിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു ലെവൽ നോക്കി വെച്ചാൽ കറക്റ്റായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ജാഗോറിൻ്റെ എല്ലായിടത്തും വയ്ക്കുന്നത് ഇതിൻ്റെ ഒരു നെറ്റുണ്ട്. ആ നെറ്റ് കറക്റ്റ് ഈ ചുമര് കണക്കിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ കറക്റ്റായിരിക്കും. മച്ചാന്മാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു ബാത്റൂമിൻ്റെ 2 വേ ഡൈവേർട്ടർ ഫിറ്റിങ്സ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.